ഇന്ന് ഞാൻ പ്ലൈവുഡും അതുപോലെ HDFും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളും ക്വാളിറ്റി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. HDF എന്ന് പറയുന്നത് ഹൈ ഡെൻസിറ്റി ഫൈബർ ബോർഡ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന ബോർഡാണ്. MDFൻ്റെയൊക്കെ കുറച്ചുകൂടി ഡ്യൂറബിലിറ്റിയുള്ള ഡെൻസിറ്റി കൂടിയ കൂടുതൽ കംപ്രസ് ചെയ്തുണ്ടാക്കുന്ന വുഡ് പൾപ്പും അതുപോലെ വുഡിൻ്റെ വേസ്റ്റ് വുഡും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് അതുപോലെ ക്വാളിറ്റി കൂടിയ ബോണ്ടിങ് ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന സ്ലാബുകളാണ് HDF ബോർഡുകൾ. ഈ HDFൻ്റെ മറ്റു പ്രത്യേകത ഞാൻ പഴയ മുമ്പിലത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇതിൽ കർവിങ്ങുകൾ, CNC കർവിങ്ങുകൾ, കുത്തുപണികൾ, അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള വുഡ് കൊണ്ട് നിർമ്മിക്കുന്ന ശില്പങ്ങൾ പോലെയുള്ളതൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമാണ്. അതിന് ലെയറുകളോ പൊളികളോ പൊളിയാനുള്ള സാധ്യതകളില്ലാത്തതുകൊണ്ട് നമുക്ക് എങ്ങനെയുള്ള വർക്കുകളും ഈ HDFൻ്റെ മുകളിൽ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. നല്ല ഡ്യൂറബിലിറ്റി ഉണ്ട്, സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റി പ്ലൈവുഡിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്ലൈവുഡിനേക്കാളും കുറവാണെങ്കിലും ഡെൻസിറ്റി പ്ലൈവുഡിന് അടുത്ത് തന്നെ ഡെൻസിറ്റിയുള്ള തീരെ കുറവല്ലാത്ത ഒരു മെറ്റീരിയലാണ് HDF എന്ന് പറയുന്നത്. HDFനെ പല പേരിൽ പല ബ്രാൻഡുകളും അവരുടേതായിരിക്കുന്ന പേരുകളിൽ വിളിക്കാറുണ്ട്. അതുപോലെ ആക്ഷൻ ഡസ പോലെയുള്ള കമ്പനികളാണ് ഇത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അവരുടെ HDHMR ബോർഡ് എന്ന് പറയുന്നത് HDFൻ്റെ തന്നെ ഹൈ മോയ്സ്ചർ റെസിസ്റ്റൻ്റ് ബോർഡുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിളാണ്. അതുപയോഗിച്ച് നമ്മൾ കിച്ചണിലും അതുപോലെ വെറ്റ് ഏരിയയിൽ കൂടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ബോർഡുകൾ നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ലാമിനേറ്റ് ചെയ്തിട്ടും ലാമിനേറ്റ് ചെയ്യാതെയും നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഈ HDF ബോർഡിൽ നമുക്ക് കോട്ടിങ്ങുകൾ, വുഡ് കോട്ടിങ്, PU കോട്ടിങ്, UV കോട്ടിങ്, അക്രലിക് കോട്ടിങ് എന്ന് പറഞ്ഞാൽ ഇതിലുള്ള വുഡ് ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന എല്ലാത്തരം കോട്ടിങ്ങുകൾ, അതുപോലെ പോളിഷുകൾ, മെലാമിൻ കോട്ട് പോളിഷ്, PU കോട്ടിങ്, PU പോളിഷ് എന്നിങ്ങനെ നിരവധി രീതിയിൽ നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. അതുപോലെ പെയിൻറ്റ് ചെയ്യണമെങ്കിൽ പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇതെല്ലാം ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെറ്റീരിയലാണ് ഈ HDF ബോർഡ്. അതുപോലെ അത് ഫ്ലോറിങ്ങിന് ഉപയോഗിക്കാം, വാളിന് ഉപയോഗിക്കാം, അതുപോലെ വാർഡ്രോപ്പുകൾ, ബോക്സ് വർക്കുകൾ അങ്ങനെയുള്ളതിനൊക്കെ ഉപയോഗിക്കാവുന്ന ഡ്യൂറബിലിറ്റിയുള്ള ഡെൻസിറ്റിയുള്ള പ്ലൈവുഡിനോടൊപ്പം തന്നെ കിടപിടിക്കുന്ന നല്ലൊരു ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് HDF ബോർഡ്. HDFിൽ തന്നെ എക്സ്റ്റീരിയർ ഗ്രേഡ് അല്ലെങ്കിൽ ഹൈ മോയ്സ്ചർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്യുവറായിട്ടുള്ള വാട്ടർ പ്രൂഫ് ഗ്രേഡിലുള്ള ബോർഡുകളും അതിൽ അവൈലബിളാണ്. ഇത് തമ്മിൽ പ്ലൈവുഡും HDFും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ പ്ലൈവുഡിൻ്റെ അത്ര തന്നെ അതിൽ തമ്മിൽ നമുക്ക് കാര്യമായിട്ട് വ്യത്യാസം പറയാൻ കഴിയാത്ത വിധം രണ്ട് മെറ്റീരിയലും ഏകദേശം തുല്യ ഡ്യൂറബിലിറ്റി ഉള്ളതാണ്. എന്നാൽ സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റി മാത്രം ഒരല്പം കുറവെന്ന് നമുക്ക് പറയാമെങ്കിലും അത് കാര്യമായിട്ട് പരിഗണിക്കേണ്ട ഒരു കാര്യമല്ല. അതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം. അതുപോലെ പ്ലൈവുഡിനേക്കാളും ഉള്ള ഒരു ഗുണം എന്നുള്ളത് HDF തീരെ ബെൻഡാവാൻ സാധ്യതയില്ലാത്ത ഒരു ബോർഡാണ്. നമ്മൾ ഈ ബെൻഡാവാനുള്ള ഒരു പ്രവണതയ്ക്ക് കാരണം നമ്മൾ ബോർഡിൻ്റെ രണ്ട് സൈഡിലും ഒരേ തിക്നെസ്സിലുള്ള ഷീറ്റുകൾ ഉപയോഗിച്ചാൽ ബെൻഡാവാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതിലൊരു സൈഡിൽ തിക്നെസ് കൂടിയതും ഒരു സൈഡിൽ തിക്നെസ് കുറഞ്ഞതും നമ്മൾ ഒട്ടിക്കുമ്പോൾ അത് ബെൻഡാവാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ കംപ്ലൈൻറ്റ് കൊണ്ടല്ലാതെ ഉള്ള ബെൻഡുകൾ കാലാവസ്ഥ മാറ്റം കൊണ്ടോ അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള തണുപ്പോ ചൂടോ മോയ്സ്ചറോ കൊണ്ട് ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള
ബെൻഡുകളോ കാര്യങ്ങളോ ഉണ്ടാവാൻ തീരെ സാധ്യതയില്ല എന്നുള്ളതാണ് HDFൻ്റെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾ ഞാൻ തുടർന്നും അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോകൾ തുടർച്ചയായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കണമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ ബെൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടാൽ നിങ്ങൾക്ക് ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്കത് ലഭിക്കുന്നതായിരിക്കും. വാച്ച് ചെയ്തതിൽ നന്ദി.